കണ്ട കുഞ്ഞു കരട് പോലും ഈ അരിപ്പയിൽ പെടും. അപ്പം പിന്നെ ഒരിക്കലും അടയില്ല. ഇത് വെള്ളം പോയി കഴിയുമ്പോൾ അത് എടുക്കുക, അത് കൊട്ടിക്കളയുക. അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് പറഞ്ഞോളാം. നല്ല ഗുണമുള്ള സാധനമല്ലേ. ലിവറിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള സാധനമാണ് SGOT SGPT. പിന്നെ എന്നിട്ടാണ് ബിൽറുമിൻ. ബിൽറുമിൻ അതന്നെ. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഒരു നല്ല വീഡിയോ ഇട്ടുണ്ട്, ഗുരുവായൂർ ഏകാദശിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അധികം ആൾക്കാർ കാണുമെന്ന്. കാരണം ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ, നമ്മൾ ദൂരം കാരണമാവാം, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആളില്ലാത്ത കാരണം കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗുരുവായൂർ എത്തിച്ചേരാൻ പറ്റാത്ത ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശിക്ക്. ആദ്യമല്ല, ഇത് രണ്ടാമത്തെ വട്ടമാണ് ഗുരുവായൂർ ഏകാദശിക്ക് പോണത്. ഞാനതൊക്കെ എനിക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നത്. ഗുരുവായൂർ ഏകാദശിക്ക് പോകുകയെന്ന് വെച്ചാൽ അതൊരു നടക്കണ കാര്യമല്ലാന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം പോയത് രാവിലെ പോയിട്ട് വൈകുന്നേരം പോയി ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ രാജേട്ടനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യം സാധിച്ചു. ചുറ്റും പോയി, അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി. എവിടെ കൂടെ പോകുമ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, വരുന്നു പോണു തിരക്കാം. ഇത് ഞാൻ എല്ലാ ഭാഗത്തും പോയിട്ട് ഇതിങ്ങനെ പകർത്തിയെടുത്ത് ഞാനിങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും ക്ഷീണമായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് കാരണം എഡിറ്റ് ചെയ്യാൻ വൈകി. ഇന്നലെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വൈകിയത്. എങ്കിലും എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എനിക്ക് സന്തോഷപ്പെട്ട അഭിപ്രായം. കാത്തിരുന്നു, എന്തേ കണ്ടില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാണ് ദീപ പറഞ്ഞത്. ശരിയാണ്, ഞാൻ പോയപ്പോൾ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഭഗവാനെ കാണാം, അതോടൊപ്പം കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള കൂടി ഒരു ധർമ്മമാണല്ലോ എൻ്റെ. അങ്ങനെ പോയതാട്ടോ. എന്തായാലും എനിക്ക് സന്തോഷമായിട്ടാണ്. കുറേ ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ വളരെ സന്തോഷമായി. ജയശ്രീയുടെ വക കേട്ടോ. ഇന്ന് സ്പെഷ്യൽ കറിയാണ്, തക്കാളി മാങ്ങയും കൂടിയുള്ള കറി. ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ, ഞങ്ങൾ നോക്കട്ടെ എങ്ങനെയുണ്ട് തക്കാളി മാങ്ങയും കൂടിയുള്ളൊരു കറിയാണ്. ജയശ്രീ പറഞ്ഞു നല്ല കറിയാന്ന് പറഞ്ഞിട്ടാണ് ആൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെച്ച് കഴിയട്ടെ, നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും മുന്നേ നമുക്ക് ഈ കൊപ്പക്കായ എന്ന് ചേർത്താം കേട്ടോ. കണ്ടോ? അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കും എന്നെന്നും കൊപ്പക്കായ ചെത്തണത്. കൊപ്പക്കായ ഇടയ്ക്കിടയ്ക്ക് ചെത്തി ഞങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അല്ല കേട്ടോ. അന്ന് ചെത്തണൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. ഇത് കൊപ്പക്കായ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കറി വയ്ക്കാൻ കൊപ്പക്കായ എടുക്കും, അച്ചാറ് വരെ കൊപ്പക്കായ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരിക്കൽ. അപ്പം ഇത് പഴുത്ത കൊപ്പക്കായ ഇങ്ങനെ തിന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമാണെന്നൊക്കെയല്ലേ ഇങ്ങനെ പറയുക. അത് അനുഭവിച്ചറിഞ്ഞ ഒരു ആളാണ് ഞങ്ങൾ കേട്ടോ, ഒരു ആൾക്കാരാണ് ഞങ്ങൾ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അപ്പോൾ ഷുഗർ നോക്കും, എല്ലാ ടെസ്റ്റ് മൊത്തം എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാറുണ്ട്. SGOT SGPT എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ലിവർ ഫങ്ഷൻ്റെ നോക്കണതാണ് കേട്ടോ. അതേപോലെ വേറെന്താണ് കിഡ്നി ഫങ്ഷൻ നോക്കുമ്പോൾ അതിൽ ക്രിയാറ്റിൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതധികം കൂടാൻ പാടില്ല. SGOT SGPT ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പറയാതെ ലിവറിനെ കാര്യമായിട്ട് ബാധിച്ചു എന്നും മഞ്ഞപ്പിത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. കഴിഞ്ഞ പ്രാവശ്യം കുറേ ദിവസങ്ങളിൽ എനിക്ക് കൊപ്പക്കായ കിട്ടി. ഗോപം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊപ്പക്കായ കൊണ്ട് നല്ല ഭംഗിയുള്ള റെഡ് ലേഡി എന്ന് പറഞ്ഞ കൊപ്പക്കായില്ലേ, അത് കൊണ്ട് വലിയ കൊപ്പക്കായും അത് കഴിക്കും. ഇപ്പം നമ്മുടെ കൊപ്പയമലത്തെ കായ ഇങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന്. ഇപ്പം അങ്ങനെ നമ്മളത് ഒരു വിധമൊക്കെ ആകുമ്പോഴും കണ്ടോ ചുവപ്പ് നിറം ഇങ്ങനെ ആവുമ്പോൾ തന്നെ പൊട്ടിച്ച് വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പക്ഷികളത് മുഴുവൻ കൊണ്ടുപോകും. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ 2-3 കിട്ടിയതേ ചുവപ്പ് നിറം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചുവപ്പ് നിറമായിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പഴുക്കൂട്ടും നന്നായിട്ട് മൊത്തം. ഇന്നലെ പൊട്ടിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ പഴുത്ത കൊപ്പക്കായ കഴിച്ചിട്ടായിരിക്കണം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തായാലും SGPTയും കുറഞ്ഞു, SGOTയും കുറഞ്ഞു, SGPTയും കുറഞ്ഞു, എല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്കും ക്രിയാറ്റിനൊക്കെ 1 ആയിരുന്നു. ഇപ്പോൾ വീണ്ടും കുറഞ്ഞത് 0.9 0.8 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ആഹാരം കഴിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നല്ല ആഹാരം, വിഷമൊന്നുമില്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ
നമ്മുടെ ശരീരത്തിന് ഗുണമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതൊന്നും നിങ്ങളോട് കൂടി പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കൊപ്പക്കായ കിട്ടണമെങ്കിൽ ഒരിക്കലും കളയല്ലേ കേട്ടോ. നമുക്ക് ചെത്താല്ലേ. കൊപ്പക്കായ ചെത്തുമ്പോൾ ഇങ്ങനെ മുറിച്ചൊക്കെ ചെയ്യാറ്. അപ്പോൾ നിറയെ പശ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെയെല്ലാം മുറിക്കുക, ആദ്യം തന്നെ പുറത്തത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരയുക. ഇങ്ങനെ വരയുമ്പോൾ കണ്ടോ, ഇങ്ങനെ വരയുക. ഇങ്ങനെ വരയുമ്പോൾ തൊലി മാത്രമേ പൊട്ടുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പശയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കണ്ടോ വരണേ, കണ്ടോ. ഇങ്ങനെ വരഞ്ഞതിന് ശേഷം ഇത്തിരി നേരം വെക്കുക. എന്നിട്ട് ഇത് കഴുകിക്കളയുക. ഇനി ചെത്തുമ്പോൾ അധികം പശ വരില്ല, കുറച്ചൊക്കെ വരുമായിരിക്കും. എന്താ പഴുത്തിട്ടുണ്ട്, കണ്ടുവോ. നമുക്കിത് ഇങ്ങനെ ചെത്താട്ടോ. പിന്നെ എനിക്ക് വേറെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ടീച്ചർ സിങ്കിലേക്ക് ഇങ്ങനെ ചെത്തിടല്ലേ, സിങ്ക് ഇങ്ങനെ നിറയില്ലേ, അടഞ്ഞു പോവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ എൻ്റെ സിങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട അരിപ്പ. ഇതിനുള്ളിൽ എത്ര ചെറിയ കരടും പെടും കേട്ടോ. കണ്ട കുഞ്ഞു കരട് പോലും ഈ അരിപ്പയിൽ പെടും. അപ്പം പിന്നെ ഒരിക്കലും അടയില്ല. അത് വെള്ളം പോയി കഴിയുമ്പോൾ അത് എടുക്കുക, അത് കൊട്ടിക്കളയുക. ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് വെടുപ്പാക്കണമെങ്കിൽ ഇത് ഇത്തിരി പിടിച്ചിരിക്കുന്നുണ്ട്. അത് വെടുപ്പാക്കണമെങ്കിൽ അതിങ്ങനെ വെടുപ്പാക്കി ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെടുപ്പാക്കുക. അതിങ്ങനെ വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ. കണ്ട ഇങ്ങനത്തെ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഇങ്ങനത്തെ 2-3 ഓൺലൈനിൽ വാങ്ങിയതാണ്. അത് നമ്മളുടെ ഈ വാഷ് ബേസിൻ്റെ ഇതിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇതിൽ വീഴുന്ന ഏത് ചെറിയ ഏറ്റവും ചെറുതുപോലും ഇതിൽ പെട്ടോളും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. മുറിക്കട്ടെ, ചെത്തിയിട്ട് മുറിക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് എത്തുകയാണെങ്കിൽ നല്ലതല്ലേ. പാത്രത്തിലേക്ക് ചെത്താട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് ലേഡി അല്ലാന്നുള്ളൂ, നമ്മുടെ നാടൻ കൊപ്പക്കായ എന്നത്. കംപ്ലീറ്റ് ചെത്തി. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി കഴുകാം കേട്ടോ. പശ ഉണ്ടെങ്കിൽ നന്നായിട്ട് നോക്കോട്ടെ, എന്നിട്ട് കഴുകാം. യെസ്, പ്ലേറ്റ് കൊണ്ടുവരുമോ? ഇതാ എന്തൊരു സുഖമായിട്ട് മുറിക്കാം. വെക്കട്ടെ. ഈ ഇതുകൊണ്ട് കഴിച്ചാലേ ജയശ്രീ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ മാറും കേട്ടോ. SGPT അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ നല്ലതാണത് കഴിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. അല്ലേ നിങ്ങത്തെ പറയണ്ടേ, നമ്മളെന്നാ കഴിക്കണ്ടല്ലോ. എന്നും നോക്കണം, അല്ലെങ്കിൽ കിളി പറ്റിച്ചുകൊണ്ടോ. നമ്മുടെ കിഴക്കുറത്തുള്ള ആ ചെടിയില്ലേ, അതിനുള്ളിൽ കിളിക്കൂടുണ്ട്. ഏത് അവിടെ ഒരു ഇങ്ങനത്തെ എന്താ പറയുക, വെട്ടി നിർത്തുന്ന ചെടിയില്ലേ. നമ്മൾ ആദ്യം ഇവിടെ പിന്നെ മരമുള്ള ഉള്ളിലൊക്കെ അവിടെ മറ്റേ ചെടി ഉള്ളിൽ അമ്മ സുന്ദരി കണ്ടിട്ടുണ്ട്. അമ്മൂമ്മേ പൂച്ചക്ക് കയറുന്നതിൻ്റെ മുകളിലേക്ക് കിളിക്കൂടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിളിക്കൂടിൽ കുട്ടികളുണ്ടോന്നറിയില്ല. അന്ന് കൂടെ കണ്ടുവന്നാ പറഞ്ഞേ. ചിലപ്പോൾ അമ്മമാരേ പറഞ്ഞു പോണതാ കൂട്ടാ, കിളി പറഞ്ഞു പോണം കണ്ടു എന്ന് പറഞ്ഞു. അധികം എങ്ങനെ ആൾക്കാർക്ക് ഭ്രാന്ത് പിടിക്കില്ലേ. അവർക്ക് കൊടുത്തോളാം. എല്ലാവരും എടുത്തോളാട്ടാ ഓരോന്ന്. നല്ലതാ. ഇങ്ങനത്തെ കൊപ്പത്തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഈ കുരു കൊണ്ട് നമ്മളിങ്ങനെ കളയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുളയ്ക്കും, അവർ വലുതാവും.
കൊടുക്കാം ടെസ്റ്റ് എടുത്തോളൂ. ഇതാ ഇഷ്ടമാണോ? എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് പറഞ്ഞോളാം. നല്ല ഗുണമുള്ളതല്ലേ. ലിവറിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. SGOT SGPT പിന്നെ എന്നിട്ടാണ് ബിൽറുമിൻ. ബിൽറുമിൻ അതന്നെ, അതൊക്കെ ഓർമ്മ വന്നില്ല. SGOT SGPT ബിൽറുമിൻ ഒക്കെ കുറയുന്നുണ്ട്. ഇത് കഴിച്ചിട്ടായിരിക്കാൻ സാധ്യത അല്ലേ മിക്കവാറും. എടുത്തോളം പറഞ്ഞ കൂടെ 1 2 ടേക്ക്. അവനോടുത്തോ